മീഡിയ വൺ വോട്ട് വഴിയിൽ പരിപാടി തിരുവനന്തപുരം കടന്ന് കൊല്ലം ജില്ലയിൽ എത്തി നിൽക്കുകയാണ്. കൊല്ലം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷകൾ ഞങ്ങളുടെ പ്രതിനിധി അഞ്ജിത അശോകുമായി പങ്കുവയ്ക്കുകയാണ് RSP നേതാവ് ഷിബു ബേബി ജോൺ. വോട്ട് വഴിയിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. നമ്മളിപ്പോൾ ഈ കൊല്ലം ജില്ലയിൽ RSPയുടെ സമുന്നതനായ നേതാവും മുൻ മന്ത്രിയുമായ ഷിബു ബേബി ജോണിന്റെ വീട്ടിലേക്കാണ് എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പ് കൊല്ലത്തെ മത്സരം നോക്കുകയാണെങ്കിൽ വളരെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. നമുക്ക് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ അതെന്താണെന്ന് ഷിബു ബേബി ജോണിന് തന്നെ ചോദിക്കാം. വളരെ ശക്തമായൊരു മത്സരം നടക്കുന്നു എന്ന് പറയുന്ന ഒരു മണ്ഡലമാണ് കൊല്ലം. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രതീക്ഷ UDF-ൽ? അല്ല, ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഇവിടെ വിജയിക്കുമെന്നുള്ളത് പൊതുവെ എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. നല്ല പോരാട്ടം നടക്കുന്നു, നല്ല വർക്ക് നടക്കുന്നുണ്ട് എന്നുള്ളൊരു സത്യം നിലനിൽക്കെ തന്നെ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കും. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഒരു സാഹചര്യമല്ല. കഴിഞ്ഞ വർഷം ഇപ്പോൾ NK പ്രേമചന്ദ്രനാണെങ്കിൽ സീറ്റ് ലഭിക്കാതെ ഇങ്ങോട്ട് UDF-ലേക്ക് വരുന്നു, സീറ്റ് ലഭിക്കുന്നു. അതിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പരനാറി പ്രയോഗം ഉൾപ്പെടെ നടത്തുന്നു. അത് വലിയ രീതിയിലൊരു പ്രചാരണ ക്യാമ്പയിനാക്കി മാറ്റുന്നു. അതൊരു വലിയ ആനുകൂല്യം അന്ന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സാഹചര്യമല്ല ഇന്ന്. ഇല്ല, കഴിഞ്ഞ തവണ ആ ഒരു പദപ്രയോഗം മാത്രമല്ല വിജയത്തിന് കാരണം. അന്ന് MA ബേബി എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിലെ ഏറ്റവും അറിയപ്പെടുന്ന CPM നേതാക്കന്മാരിലൊരു, രാജ്യത്തെ ഏറ്റവും ഉയർന്ന നേതാക്കന്മാരുടെ ഒരാളെയാണ് പരാജയപ്പെടുത്തിയത്. എന്നാൽ ഇന്നത്തെ അതിന് ശേഷമുള്ള 5 വർഷത്തെ MPയുടെ പ്രവർത്തനങ്ങൾ വഴി MPക്ക് വോട്ട് ചെയ്തതും അല്ലെങ്കിൽ ഈ കൊല്ലം മണ്ഡലത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഭിമാനിക്കാവുന്ന നിലയിലേക്കുള്ളൊരു പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അത് വ്യക്തിപരമായി അദ്ദേഹത്തിന് വോട്ട് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി. പിന്നെ ഇന്നത്തെ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തി, കഴിഞ്ഞ തവണ മോഡി അധികാരത്തിൽ വരുന്നതിന് മുമ്പുള്ള സിനറിയും മോഡി അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്തെ സിനറിയും തികച്ചും വ്യത്യസ്തമാണ്. അന്നേരം നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് മാറ്റണം എന്നൊരു ആഗ്രഹം വലിയൊരു ജനവിഭാഗത്തിനിടയിലുണ്ട്. അവരുടെ മുമ്പിൽ ഇനിയും ഈ പറഞ്ഞതുപോലെ CPM നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ നാഷണൽ ഫൈറ്റിൽ ഒരു റെലവൻസ് ഇല്ല, പ്രസക്തിയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ജനങ്ങൾ തിരിച്ചറിയാനുള്ള ശേഷി മലയാളികൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് നരേന്ദ്രമോദിയെ മാറ്റണമെന്നുള്ള വോട്ടിങ്ങിൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന മുന്നണി സംവിധാനത്തിന് അനുകൂലമായി ജനങ്ങൾ ചിന്തിക്കുന്നു. പിന്നെ അന്ന് ഒരു പദപ്രയോഗം മുഖ്യമന്ത്രി നടത്തിയത് ആണ് അന്ന് വിഷയമായെങ്കിൽ ഇന്ന് അതിനേക്കാൾ ഹീനമായിട്ടുള്ള അപവാദ പ്രചരണങ്ങളാണ് സ്ഥാനാർത്ഥിക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം തിരിച്ചറിയുന്ന ഒരു ജനമുണ്ടല്ലോ, ഇതെല്ലാം കേൾക്കുന്നവർ, അവരതിനനുസൃതമായി തന്നെ അതിനുള്ള തിരിച്ചടി നൽകും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഉത്തമ വിശ്വാസമാണ്. KN ബാലഗോപാലിനെ ഒരു ശക്തനായ എതിരാളിയായി UDF കാണുന്നില്ലേ? മാത്രമല്ല കഴിഞ്ഞ തവണ 30,000-ൽ പരം ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. അത്തരത്തിലൊരു ഭൂരിപക്ഷം ഇത്തവണ ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഞങ്ങൾ ഒരു സ്ഥാനാർത്ഥിയെ നിസ്സാരനായിട്ട് കാണുന്നില്ല. തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ ജില്ലയിൽ സ്വാധീനം ഇല്ലെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ അതിനെയൊക്കെ മറികടക്കുന്ന ഘടകങ്ങൾ കൊല്ലത്ത് പാർലമെൻറ്റ് മണ്ഡലത്തിലുണ്ട്. പിന്നെ കൊല്ലത്തിൻ്റെ ഒരു സവിശേഷത എപ്പോഴും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വ്യത്യസ്തമായി ചിന്തിച്ചിട്ടുള്ളതാണ്. 2009 അന്നും ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഒരു MLA പോലും UDF-നില്ലായിരുന്നു. എന്നിട്ടും C പീതാംബരക്കുറുപ്പ് വിജയിച്ചു. 2014 ഞാനൊരു MLA മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അന്ന് മന്ത്രിയായിരുന്നു, അന്നും വിജയിച്ചു. കാരണം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വളരെ വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഒരു സമൂഹം തന്നെയാണ് കൊല്ലത്തുള്ളത്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഇത്രയും ആത്മവിശ്വാസം നൽകുന്ന ഘടകം. ഓക്കെ, കൊല്ലത്ത് എന്തായാലും താങ്കൾ തികഞ്ഞ പ്രതീക്ഷ UDF-ന് വെച്ച് പുലർത്തുന്നു. ഇനി രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് മത്സരിക്കാൻ എത്തിയിരിക്കുന്നു. അതിൽ കോൺഗ്രസിൻ്റെ UDF-ൻ്റെ ആകമാനം ചിന്ത എന്ന് പറയുന്നത് വലിയൊരു തരംഗം കേരളത്തിൽ ഉണ്ടാക്കുമെന്നാണ് താങ്കളുടെ ഒരു കാഴ്ചപ്പാട്. അല്ല, തീർച്ചയായിട്ടും UDF-ന് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കും എന്നുള്ളതിൽ ഞങ്ങൾക്ക് കുറച്ച് വിശ്വാസമുണ്ട്. കാരണം ഈ ഒത്തിരി അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടെ ആശങ്ക അതൊന്ന് മുതലാക്കാൻ വേണ്ടി കോലീബി സഖ്യം, സംഘീവൽക്കരണം, ഇങ്ങനെയൊക്കെയുള്ള വളരെ തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ അവരുടെ ഭാഗത്തുണ്ട്. രാഹുൽ ഗാന്ധി വന്ന പോരാട്ടത്തിൻ്റെ ദേശീയ തലത്തിലുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുകയും അത് കേരളത്തിൽ നിന്ന് തന്നെ മത്സരിക്കുമ്പോൾ ഇനി അത്തരം പ്രചരണങ്ങൾക്കൊന്നും സ്ഥാനമില്ലാതെ വരികയാണ്. അതൊക്കെ അടിസ്ഥാനരഹിതമാണെന്ന് ബോധ്യപ്പെടും. അതുണ്ടാക്കുന്ന ഒരു വളരെ ഒരു ധ്രുവീകരണം ഉണ്ടല്ലോ, അനുകൂലമായ ആൻറ്റി മോഡി ഫൈറ്റിൻ്റെ അനുകൂലമായ മെയിൻ പോയിൻറ്റ്, ഫോക്കൽ പോയിൻ്റായിട്ട് UDF മാറുന്നു. അതുവഴി അതൊരു വലിയ തരംഗം തന്നെ കേരളത്തിൽ സൃഷ്ടിക്കും എന്നുള്ളതിൽ സംശയമില്ല.
എത്ര സീറ്റാണ് UDF ഇത്തവണ ഈ 20 ലോക്സഭാ മണ്ഡലങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഒരു കാര്യം പറയാം, ഈ തെരഞ്ഞെടുപ്പിൽ UDF ഇന്ന സീറ്റ് തോക്കും എന്ന് പറയാൻ ഞങ്ങൾക്കൊന്നുമില്ല. അല്ലെങ്കിൽ നമുക്ക് പരമ്പരാഗതമായി അറിയാം കുറേ സീറ്റുകൾ LDFന് മുൻതൂക്കമുള്ള. ഇപ്പോൾ അങ്ങനെ LDFന് അഡ്വാൻറ്റേജ് എന്ന് പറയാനുള്ള ഒരു സീറ്റ് പോലും ഇന്ന് കേരളത്തിലില്ല. അതുകൊണ്ട് തന്നെ 20ഇടത്തും ഒരു പോസിറ്റീവ് ചേഞ്ച് കാണുന്നുണ്ട്. പ്രവചനങ്ങൾക്ക് ഒന്നും ഞാനില്ല, പക്ഷേ മികച്ച വിജയം UDFൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. നന്ദി ശ്രീ ഷിബു ബേബി ജോൺ, ഞങ്ങളുടെ വോട്ട് വഴിയിൽ പങ്കുചേർന്നതിന് എന്തായാലും താങ്കളുടെ നിഗമനങ്ങൾ പങ്കുവച്ചതിന്. താങ്ക് യു.